എല്ലാവർക്കും നമസ്കാരം. ആരും ഇതുവരെയും പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു സൂപ്പർ കേക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം. ഒരു കപ്പ് മൈദ, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തൊന്ന് നന്നായിട്ട് യോജിപ്പിക്കാം. 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാം. പഞ്ചസാര പൊടിച്ചതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ബേക്കിംഗ് പൗഡറും മൈദയും നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു. കുറേ നേരം ഇളക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. അരിച്ചെടുത്താണിത്. അങ്ങനെ ഇളക്കിയെടുത്തു. ഇന്നൊരു സ്പെഷ്യൽ കേക്കാണ് ഉണ്ടാക്കുന്നത്. ആ സ്പെഷ്യൽ കേക്കിൻ്റെ മെയിൻ ഐറ്റം ഇതാണ്, ഐസ്ക്രീം. ഇത് തണുപ്പൊക്കെ പോയി എടുത്തു വെച്ചതാണ്. പഞ്ചസാര പൊടിച്ചു, മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇനി നമ്മുടെ മെയിൻ താരം ഐസ്ക്രീം ഒരു 2-3 ടീസ്പൂൺ ഇടാം. ഇതിട്ട് നന്നായിട്ട് അടിച്ചു കൊണ്ടുവരാം. പഞ്ചസാര, മുട്ട, ഐസ്ക്രീം എല്ലാം ചേർത്ത് അടിച്ചെടുത്തു. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതും കൂടെ ചേർത്ത് അടിച്ചു കൊണ്ടുവരാം. സൺഫ്ലവർ ഓയിലും ചേർത്ത് അടിച്ചെടുത്തു. ഇതിലേക്ക് മൈദ കുറേശ്ശെയിട്ട് അടിച്ചു കൊണ്ടുവരാം. കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡിയായി. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പൂടെ ഇടാം. ശേഷം ഒന്നുകൂടെ അടിച്ചു കൊണ്ടുവരാം. കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡിയായി. ഇതുപോലെ ഇരിക്കും. ഇതിനി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു തട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ തട്ടയിൽ ഓയിൽ തേച്ച് മൈദ കൊട്ടിക്കുടഞ്ഞെടുത്തു ബട്ടർ പേപ്പറിന് പകരം. ഇനി ബാറ്റർ ഒഴിച്ച് ബേക്ക് ചെയ്യാം. കേക്കിൻ്റെ ബാറ്റർ പാത്രത്തിലെല്ലാം എടുത്തു. എയർ ബൗൾസ് ഒന്ന് കളയാനായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കാം. പത്ത് മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചു. ഇനി കേക്ക് അങ്ങ് ബേക്ക് ചെയ്യാൻ വെക്കാം. നൂറ്റി 80 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 20 മിനിറ്റ് വെക്കാം. അതിന് ശേഷം വേണമെങ്കിൽ കൂട്ടി വെക്കാം. കേക്ക് ബേക്ക് ആകട്ടെ. 20 മിനിറ്റ് ആയപ്പോൾ കേക്ക് ബേക്ക് ആയില്ല. നല്ലതായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും 10 മിനിറ്റും കൂടെ വെച്ചു. കേക്ക് ബേക്കായി എടുക്കാം. കേക്ക് ബേക്കായി തണുത്ത് ഇതൊരു പ്ലേറ്റിലേക്ക് കുടഞ്ഞെടുക്കാം. മുകൾവശം ശകലം മൊരിഞ്ഞു പോയി, പക്ഷെ കരിഞ്ഞില്ല. കണ്ടോ, ശകലം പോലും പിടിച്ചില്ല. മൈദ കൂട്ട് ചെയ്തതിൻ്റെ ഇച്ചിരി വെളുത്തിരിക്കുന്നു ഇവിടെ, മൈദയുടെ. അപ്പം കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റായിട്ടുണ്ട്. കട്ട് ചെയ്യാം. ഈ ഐസ്ക്രീം കേക്ക് ബേക്ക് ആകാൻ 30 മിനിറ്റ് എടുത്തു. മോള് വശം ഒന്ന് മൊരിയാൻ വേണ്ടി ഞാൻ 5 മിനിറ്റ് വെച്ചു.
ഇതുപോലെ ഒരു ഡാർക്ക് കളറ് മുകളിൽ വന്നത്. അല്ലേ 30 മിനിറ്റ് മതി. കേക്ക് നല്ല സോഫ്റ്റായിട്ടുണ്ട്, കണ്ടോ? അടിപൊളി ടേസ്റ്റ്. മുകൾ വശം ഇച്ചിരി മൊരിച്ചു, അതങ്ങനെ ഡാർക്കിലിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റ്. വാനില ഐസ്ക്രീം അതിന് ചേർത്തത്. അപ്പം വാനിലയുടെ ടേസ്റ്റും ഉണ്ട്, സോഫ്റ്റുമാണ്. അപ്പം ഞാനിത് കഴിച്ചു. ഉണ്ടോ? അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ഐസ്ക്രീം കേക്ക് ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കാൻ വഴിയില്ല. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യൂ. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ബൈ.